സുധീഷ്, ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു. പഹൽഗാമിലെ ക്രൂരതയ്ക്ക് നമ്മളതിൻ്റെ കൃത്യമായ രീതിയിൽ കൃത്യമായ സമയത്ത് ഇന്ത്യൻ സൈന്യം അതിൻ്റെ തിരിച്ചടി കൊടുത്തിരിക്കും. ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്. പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഇതിനെ ഒന്ന് വിശദമാക്കിയാൽ ഈ ആക്രമണത്തെ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ ഒരു ലക്ഷ്യം അത് സാധിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ? തീർച്ചയായിട്ടും 100% നമ്മൾ എന്തുദ്ദേശിച്ചോ അത് നമ്മൾ ചെയ്തു, നേടിയെടുത്തു എന്ന് തന്നെയാണ് പറയാവുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പഹൽഗാമിൽ നമ്മളെ ആക്രമിച്ചത് ഭീകരവാദികളായിരുന്നു. തിരിച്ച് നമ്മൾ ആക്രമിച്ചിരിക്കുന്നത് 9 ഭീകരവാദികളുടെ ലൊക്കേഷനാണ്. നമ്മൾ പരാതി പറഞ്ഞു. പാകിസ്ഥാൻ ഒരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, ആകപ്പാടെ പാകിസ്ഥാൻ ചെയ്തത് തെളിവ് തരൂ എന്ന് പറയുകയാണ് ചെയ്തത്. അതെല്ലാം പ്രാവശ്യം പറയുന്നതാണല്ലോ. അതെ, സ്ഥിരമായ സ്റ്റാൻഡേർഡ് പ്രതികരണമായിരുന്നു. തെളിവ് തരൂ, നമുക്ക് ആലോചിക്കാം. അങ്ങനെ തെളിവും കൊടുത്ത് നമ്മൾ 26/11 തെളിവ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പാകിസ്ഥാൻ കോടതി പറഞ്ഞു ഇത് വെറും ലിറ്ററേച്ചറാണ് എന്ന് മാത്രം പറഞ്ഞ് അടുത്ത് ചവറ്റുകൊട്ടയിലിടുകയാണ് ചെയ്തത്. അത് സാഹിത്യമാണ് എന്ന് പറഞ്ഞ് ചവറ്റുകൊട്ടയിലിടുകയാണ് ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ അതിന് വെയിറ്റ് ചെയ്തില്ല. പകരം നമ്മൾ 21 ലൊക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് 9 ലൊക്കേഷൻ പ്രയോറിറ്റൈസ് ചെയ്തു. ആ 9 ലൊക്കേഷനിൽ നമ്മൾ എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ ഉപയോഗിച്ചു, റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ചു. നാവികസേന ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. ഫുൾ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഫുൾ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല. പക്ഷെ കണ്ടിരിക്കുന്നത് സ്കാൽപ്പ് മിസൈല്, ഹാമർ മിസൈല്, കാമിക്കാസെ ഡ്രോൺ അറിയാമല്ലോ. അത് ഒരേ സമയം ഡ്രോൺ ആയിട്ടും അതേസമയം ആയുധം ആയിട്ടും പ്രവർത്തിക്കുന്നു. കോമ്പാറ്റ് ഡ്രോൺ ആയിട്ടും യെസ്, ആയുധമായിട്ടും പ്രവർത്തിക്കുന്ന സാധനമാണ്. കാമിക്കാസ എന്ന പേര് തന്നെ 2ാം ലോക മഹായുദ്ധത്തിലെ ജപ്പാനീസ് എയർഫോഴ്സിൽ നിന്ന് വന്നതാണ്. വെടികൊണ്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ നോക്കുന്നതിന് പകരം എതിരാളിയുടെ താവളങ്ങളിലേക്ക് ഇടിച്ചു കയറ്റി ആ താവളം ചാവേർ ഡ്രോൺ ആണത്. അത് ഡ്രോൺ ചാവേറാണ്. ഇതിന്റെ ഉപയോഗം വന്നിരിക്കുന്നത് 2ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ എയർഫോഴ്സിൽ നിന്നാണ്. അവര് സ്വയം യുദ്ധവിമാനത്തിന് വെടികൊണ്ടു കഴിഞ്ഞാൽ സ്വയം രക്ഷപ്പെടാൻ നോക്കുന്നതിന് പകരം നേരെ എതിരാളിയിൽ എവിടെ സ്ട്രൈക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചോ അങ്ങോട്ടേക്ക് ഇടിച്ചിറക്കുകയും അതിന് വേണ്ടിയിട്ട് ഇടിച്ചിറക്കുന്നത് ഇഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ അറ്റത്തെ മൂക്കിൻ്റെ അവിടെ അതിനു വേണ്ടിയിട്ട് മാത്രം ബോംബുകൾ കെട്ടിവെച്ച് പോവുകയും ചെയ്തിരുന്ന, അങ്ങനെയാണ് ഇതിന് ഈ പേര് വന്നത്, കാമിക്കാസെ ഡ്രോൺ. അത് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. തെളിവ് ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രം കാമിക്കാസെ ഡ്രോൺ ഈ പൊട്ടുന്നതിൻ്റെ പ്രത്യേകം വീഡിയോകൾ എടുത്തു വെച്ചിട്ടുണ്ട്, കൊടുക്കാം. അതായത് ബാലാക്കോട്ടിലെ പൈൻ മരങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയിലെ ആൾക്കാർക്ക് വേണ്ടി കൊടുക്കാൻ, അതിനു വേണ്ടിയിട്ടാണല്ലോ അവരാണല്ലോ തെളിവ് ചോദിച്ചത്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇതെടുത്തിട്ടുണ്ട്.